പ്രിയപ്പെട്ടവരെ, മുനമ്പം ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഞാനും ഇന്ന് പാലയിൽ സമാപിച്ച കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ സമ്മേളനത്തിന് ശേഷം അവിടെ നിന്ന് പ്രതിനിധികളും ഇവിടെ മുനമ്പം പ്രദേശത്ത് ഈ പള്ളിയുടെ പാഷനിസ്റ്റ് ഫാദേഴ്സ് നടത്തുന്ന ഈ പള്ളിയുടെ ഈ അങ്കണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മുനമ്പം ജനതയ്ക്ക് അവർ വാങ്ങിച്ച അവരുടെ സ്വന്തമായിട്ടുള്ള സ്ഥലം ഒരു ബില്ലിൻ്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് മനുഷ്യാവകാശ ധ്വംസനമാണ്. അതിനെതിരെ പ്രതികരിക്കാൻ ഈ ദേശീയ സമ്മേളനം തന്നെ ആവശ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ വന്നത്. ഇതുപോലെ തന്നെ മുനമ്പം മണിപ്പൂരിലെ ജനതകളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ പ്രമേയം പാസ്സാക്കുകയുണ്ടായി. അതുകൊണ്ട് എവിടെയൊക്കെ മനുഷ്യാവകാശ ധ്വംസനങ്ങളുണ്ടോ അവിടെയൊക്കെ സഭയും ആ പാവപ്പെട്ട ജനതയോട് ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുകൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആശംസകൾ നേരുന്നതോടൊപ്പം ഈ മുനമ്പം ജനതയുടെ ഈ വേദനയിൽ പങ്കുചേരാൻ നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു. ഏവർക്കും നന്ദി. ഇന്നത്തെ ദേശീയ സമ്മേളനത്തിൽ അതിൽ കാർഡിനൽ ഓസ്വാൾഡ്, കാർഡിനൽ ക്ലീമിസ് തുടങ്ങി വിവിധ മെത്രാന്മാരും 200ഓളം പ്രതിനിധികൾ, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളും ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ പ്രത്യേകിച്ച് വേദനിക്കുന്ന മനുഷ്യരുടെ കാര്യത്തിൽ, മണിപ്പൂരിലുള്ള വേദനിക്കുന്ന ജനതകളുടെ വിഷയത്തിലും ഈ മുനമ്പം പോലുള്ള ഇപ്പോൾ മറ്റു സ്ഥലങ്ങളിലുണ്ട് ഭൂസമരത്തിലും പങ്കുചേർന്നുകൊണ്ട് അവരുടെ ഐക്യദാർഢ്യം ഇന്ന് ആ ദേശീയ സമ്മേളനം പ്രകടിപ്പിക്കുകയുണ്ടായി. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിൻ്റെയും കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും പ്രസിഡന്റ് ഞാൻ തന്നെ ആയതുകൊണ്ട് തന്നെ അവർ എന്നോട് ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു. നേരത്തെ ഞാൻ ഐക്യദാർഢ്യം ഇവിടെ പ്രകടിപ്പിച്ച് സംസാരിക്കുകയുണ്ടായി. ഒറ്റ കാര്യമേ ഉള്ളൂ, അവർ പൈസ കൊടുത്ത് വാങ്ങിക്കുകയും സർക്കാരിൻ്റെ കരമടയ്ക്കുകയും ചെയ്ത ഇവർക്ക് പരമ്പരാഗതമായി ഇവർക്ക് ഭൂമി ഇവർക്ക് നഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ആ വേദനയിൽ എല്ലാ മനുഷ്യരും പങ്കുചേരണം, ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം, ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതിന് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിൽ വേണ്ട ഭേദഗതികൾ വരണം. ഒപ്പം ഒരു കാര്യമുണ്ട്, ഇന്ത്യയുടെ ഭരണഘടന കാത്തു സൂക്ഷിക്കണമെന്ന് ഈ CCI മീറ്റിങ്ങിലും പറഞ്ഞു. ഞങ്ങൾ ആവർത്തിച്ച് എല്ലാവരും ഭരണഘടന ഏറ്റവും നല്ല ഭരണഘടനകളിൽ ഒന്നാണ്, അത് കാത്തു സൂക്ഷിക്കപ്പെടണം. മതസൗഹാർദ്ദം സംരക്ഷിക്കണം. അതുകൊണ്ട് ഞങ്ങളിവിടെ വന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മതവിഭാഗത്തിൻ്റെ ഭാഗമായിട്ടല്ല. അതേ സമയത്ത് ഭാരതത്തിൽ ഒന്നായി കണ്ടുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ ലഭിക്കണം. ഒപ്പം തന്നെ ഇവിടെ വിഷമിക്കുന്നവരെ, വേദനിക്കുന്നവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരെ, പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരോട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് ക്രിസ്തീയ ചൈതന്യമാണ്, മാനുഷിക ചൈതന്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ദേശീയ സമ്മേളനം കഴിഞ്ഞ് ഇവിടെ വന്നത്. തീർച്ചയായിട്ടും ഈ ജനതയോട് ഇതുവരെ ഇപ്പോൾ തന്നെയാണ് അവരുടെ നിരാഹാരം അവസാനിപ്പിച്ച് ഞാനാണ് അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് അവസാനിപ്പിച്ചത്. അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഞങ്ങൾ പാലയിൽ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ എത്തി. ഈ നിയമ ഭേദഗതി എന്ന് പറയുന്നത് വഖഫ് നിയമ ഭേദഗതിയാണ് EBC ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിമനോഹരമാണ്. അതിനനുസരിച്ച് മതസ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളെല്ലാം അവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വഖഫ് ബിൽ അമെൻഡ് ചെയ്യണമെന്ന് പറയപ്പെടുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് അത് നീതിനിഷ്ഠമായി തന്നെ ചെയ്യണം. അതിൽ വേദനിക്കുന്ന ഈ ഭൂസമരം നടത്തുന്ന ഇവരെ പോലെയുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതേ സമയത്ത് ഒരു മതസ്വാതന്ത്ര്യവും അതിൽ സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് അമെൻമെൻറ്റ് വരുമ്പോൾ ഒന്ന് അത് നീതിപൂർവമായിരിക്കണം. 2 ഇങ്ങനെ വിഷമിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രീതിയിലായിരിക്കും. അത് മാത്രമേ